ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ്. വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയ പെരുന്നാളാണ്. ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ആശംസകൾ. അപ്പം നമ്മളെ ചാനലിൽ എന്താ പറയുക, പുതുമയാർന്ന കാഴ്ചകളൊന്നും ഉണ്ടാവില്ല. അന്നത്തെ എന്താ പറയുക കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തലുള്ളത്. അപ്പോൾ ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്താ പറയുക വീഡിയോ ഒന്നും നിർത്താതെ ഇടുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ അതാ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്ന് തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് എന്നും പറയാനുള്ളത് അല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊന്നും കാണുമ്പോൾ ഒരു മടുപ്പില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ നിർത്താതെ ഇടുന്നതും. അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നോക്കിയതാണ് കേട്ടോ. ഇപ്പം നേരം വെളുത്തിട്ടാണല്ലോ നമ്മൾ നീക്കിയത്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ കോഴിക്കളെയൊന്നും വിട്ടിട്ടില്ല. പിന്നെ അതാ തലേ ദിവസത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇന്നലെ ഞാൻ ഒഴിച്ചിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് തന്നെയാണ് വെച്ചിരുന്നത്, വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് കേടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊന്ന് കഴുകിയെടുത്തിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കലക്കി ഒഴിച്ച ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ നീർദോശ, കലക്കി ദോശ എന്നൊക്കെ പറയില്ലേ, ചീയപ്പം എന്നൊക്കെ പറയണ ആ ഒരു സംഭവമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ചോറ് ഞാനൊരു 2-3 പ്രാവശ്യം പച്ചവെള്ളത്തിൽ ഇങ്ങനെ കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ തലേ ദിവസത്തെ ചോറാകുമ്പോൾ അതിന് വേറെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറേ പ്രാവശ്യം കഴുകിയെടുക്കുന്നത് കേട്ടോ. പിന്നെ അത് തിളയ്ക്കുന്ന സമയത്ത് ഒരു ഇത്തിരി ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്താൽ പുതിയ ചോറ് പോലെയാവും. പഴയൊരു ചോറിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് അറിയാൻ കഴിയൂല കേട്ടോ ശരിക്കും. അപ്പോൾ അത് ഗ്യാസുമ്മ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ അതാ രാവിലെ നീച്ച് വന്നിട്ട് ചീര വറക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് കയറിയതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ചീരയൊന്നുമില്ല, മുളകും തൈയും അതുപോലെ മൂച്ചിത്തൈയൊക്കെ അങ്ങനെ കുഴിച്ചിട്ടപ്പോഴേ അതിൽ ആ മണ്ണിൽ പിന്നെ വെറുതെ മുളച്ചതാണ് കേട്ടോ. കാര്യമായിട്ട് നമ്മൾ വിത്തൊന്നും പാകിയിട്ടില്ല, അതിൽ അങ്ങനെ മുളച്ചുണ്ടായതാണ്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം പൈമെന്ന് കുറേശ്ശെ ഇല കിട്ടിയിരുന്നു. അപ്പോൾ താളിപ്പായിട്ട് ഉപ്പേരിയൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇന്ന് ഇതുകൊണ്ടൊരു തേങ്ങ അരച്ചിട്ട് കറി വെക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ അത് പറിക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതിങ്ങും പറിക്കാതെ നിർത്തിയിട്ടുണ്ടെങ്കിൽ മൂത്ത് പോവുള്ളൂ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകും കേട്ടോ. ചീരയൊക്കെ നമ്മൾ ആ ഇളയ സമയത്ത് തന്നെ പറിക്കണം. അപ്പോൾ അതുകൊണ്ട് അമ്മ അങ്ങോട്ട് പറിക്കാൻ പോന്നപ്പോൾ കണ്ണനാണ് കേട്ടോ വീഡിയോ എടുത്തത്. നമ്മൾക്ക് രാവിലെ ഇങ്ങനെ എന്താ പറയുക നടന്ന് വീഡിയോ എടുക്കാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ കണ്ണൻ കുറേശ്ശൊക്കെ വീഡിയോ എടുത്തുതരും, അനുമോളും കുറേശ്ശൊക്കെ എടുത്തുതരും. ഇപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ടാണ് ഓലൊക്കെ ഇപ്പം ഇങ്ങനെ കിട്ടുന്നത് കേട്ടോ. സ്കൂളുണ്ടെങ്കിൽ അങ്ങനെ ഒഴിഞ്ഞ് കിട്ടുമൊന്നുമില്ല. അപ്പോൾ അതാ പുതിയതായിട്ട് മുളച്ചുണ്ടാവുന്നുണ്ട്. അപ്പോൾ അമ്മ ചീരയൊക്കെ പറിച്ച് കൊണ്ടുവന്നു. പിന്നെ എന്നും നമ്മൾ പച്ചരി അരച്ചിട്ട് അങ്ങനെ ഉപ്പും ചേർത്തിട്ട് കലക്കി ഒഴിക്കലാണ് ദോശ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് ചെറിയ ജീരകവും ചെറിയ ഉള്ളി നാളികേരം കൂടി ചതച്ച് ഈ ഒരു എന്താ പറയുക മാവിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല, ചിലർക്ക് ആ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെയാണെന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയപ്പോൾ ഞങ്ങളെ തൊട്ടടുത്തുള്ള താത്ത, എൻ്റെ വീടിനടുത്തുള്ള താത്ത കേട്ടോ, ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് പോലെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കണേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ജീരകവും നാളികേരവും ഒക്കെ അതിലിങ്ങനെ കടിക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ കണ്ണതാക്കുന്നത് പല്ലൊക്കെ തേക്കുകയാണ്. അപ്പോൾ കസേരയിലൊക്കെ ഇരുന്ന് ആസ്വദിച്ചാണ് കേട്ടോ പല്ലൊക്കെ തേക്കുന്നത്. ഇപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് വലിയ വേജാറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. മറ്റേത് രാവിലെ എങ്ങനെ ഇരിക്കാനും ആസ്വദിക്കാനൊന്നും എനിക്ക് സമയം ഉണ്ടാവില്ല. ഒന്നില്ലെങ്കിൽ വായിക്കാനോ എഴുതാനോ ഉണ്ടാവും, ഇല്ലെങ്കിൽ പിന്നെ നേരം വഴുകി നീക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒന്നിനും സമയം കിട്ടൂല എന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ അനുമോക്കും നന്ദുവിനുമാണ് ഉറക്കം മതിയാകാത്തത്. കണ്ണന് പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, ഓനൊരു സമയമായാൽ നീക്കൂട്ടോ. മറ്റോൾക്ക് രണ്ടാക്കും ഭയങ്കര മടിയാണ് രാവിലെ നീക്കാൻ. അപ്പോൾ അവൻ പല്ലൊക്കെ തേച്ച് വന്ന് എനിക്ക് നാളികേരമൊക്കെ ചിരകി എന്ന് ഹെൽപ്പ് ചെയ്ത് തരികയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും വെറുതെ നിൽക്കല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിടാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ നാളികേരവും ജീരകവും അതേപോലെ ഉള്ളിയും കൂടി ഒന്ന് ചതച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ ആ ഒരു മാവ് കലക്കി വെച്ചിട്ടില്ലേ അതിലങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തു. ഈ ഒരു അപ്പത്തിൽ കൂടുതൽ വെള്ളം ഒഴിക്കും കേട്ടോ. അപ്പോൾ ഇന്നാളൊരു ദിവസം ഷീബ ചേച്ചിയാണ് തോന്നുന്നത് എന്നോട് ചോദിച്ചു നാളികേരം ചേർക്കുമോ ഈ ഒരു അപ്പത്തിൽ നിന്ന്. വെറുതെ നാളികേരം ചിരകിയിട്ടിട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ്, ചൂടോട് കൂടി തിന്നാം കേട്ടോ. അപ്പോൾ ഇതാ തലേ ദിവസം കുറച്ച് മീൻ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ തലേന്ന് ഞാനൊരു ഇത്തിരി എടുത്തിട്ട് കറി വെച്ചു, ബാക്കി ഞാൻ മുളകൊക്കെ തിരുമ്മി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് പിന്നെ ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഏട്ടൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചായക്കടിയാണ് പണിക്ക് പോകുമ്പോൾ കൊണ്ടുപോലുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ മീനോ മുട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ മീൻ വറുക്കാൻ നിന്നത്. അപ്പോൾ അത് എണ്ണ ചൂടാവണേനെ മുന്നേ തന്നെ വെച്ച് കൊടുത്തു കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ നീച്ചപ്പോൾ തന്നെ ഞാനതൊക്കെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടതാക്കണ നീച്ച് വന്നിട്ടുണ്ട്.
അപ്പോൾ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മൾ റേഷൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അടുപ്പത്ത് കിടന്നൊന്ന് തിളച്ചിട്ട് വേണം റൈസ് കുക്കറിലേക്ക് വെക്കാൻ. അപ്പോൾ മീനിലേക്ക് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് 2 വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ നമ്മൾ ആ ഇടിക്കല്ലിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് മറിച്ചിടുന്ന ഒരു സമയത്ത് അതും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. എന്നാലുള്ള മീൻ വറക്കുമ്പോഴൊക്കെ നല്ലൊരു ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പൊതുവേ ചിലർക്കൊന്നും വെളുത്തുള്ളീൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇവിടെ അച്ഛന് വലിയൊരു താല്പര്യമൊന്നുമില്ല, ഞാൻ എന്നാലും ഇത്തിരിയൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി മാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചട്നിക്കൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്നിക്ക് ഒന്ന് താളിച്ച് ഒഴിക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ നീച്ച് പല്ലേക്കാനൊക്കെ നിന്നിട്ടുണ്ട്. അപ്പോൾ സമയം 7:40 ആവാനായിട്ടുണ്ട് കേട്ടോ. 40 കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞില്ലേ. അപ്പോൾ രാവിലെ അങ്ങോട്ട് നീച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മണിക്ക് ശേഷം നമ്മൾ നീച്ചിട്ടുണ്ടെങ്കിൽ സമയം പോണ വഴി അറിയില്ല കേട്ടോ. ഒരു 5 മണിക്കോ ഒരു 4:30 നീക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ സമയം ഉണ്ടാവും. പക്ഷേ എങ്കിൽ ഇപ്പം അങ്ങനെ നീക്കേണ്ട ഒരു ആവശ്യമില്ല, അത്രയും സമയം കൂടിയും കിടക്കാമല്ലോ. ഒന്നാമത് രാത്രിയൊന്നും കിടന്നേക്ക് ഉറങ്ങൂല, ഭയങ്കര ചൂടല്ലേ. അതുകൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുക്കാൻ സമയത്താണ് ഒരു സുഖം ഉണ്ടാവുക. അപ്പം തന്നെ നീക്കാനും ആവൂലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നേരം വഴുകി നീക്കുന്നതെന്ന് പറഞ്ഞല്ലേ. പിന്നെ പ്രത്യേകിച്ച് ആർക്കും ധൃതി പിടിച്ച് പോകാനും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ കടുകും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ ഒന്ന് താളിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ ചട്നിക്ക്. പിന്നെ അത് ചൂടാക്കലൊന്നുമില്ല, അപ്പം എങ്ങനെയാണ് ചെയ്യലുള്ളത്. അപ്പോൾ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഞാൻ ഈ ഒരു കലക്കി ദോശ ഉണ്ടാക്കിയെടുക്കൽ കേട്ടോ. അപ്പോൾ വലിയ ദോശയായി കിട്ടും, ശരിക്കും ഒരാൾക്ക് ഒന്നൊക്കെ കഴിച്ചാൽ മതി. അപ്പോൾ മക്കൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചധികം ചായക്കടി ഞാൻ അവിടെ ഉണ്ടാക്കി വയ്ക്കും കേട്ടോ. ഓർക്ക് ചിലപ്പോൾ ഉച്ചയ്ക്ക് ചോറിനുള്ള സമയത്തും ഇത് മതി എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചധികം തന്നെ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ അതിൽ നാളികേരവും ജീരകവും ഒക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എങ്കിൽ ഇന്നത്തെ ഈ ഒരു അപ്പം ഏട്ടന് വല്ലാതെ പറ്റിയിട്ടില്ല, ബാക്കി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഏട്ടന് ഈ ചെറിയ ജീരകം എന്ന് പറഞ്ഞ സംഭവം തന്നെ വലിയൊരു ഇഷ്ടമില്ലാത്ത സാധനമാണ്. പക്ഷേ എങ്കിൽ എന്നാലും 2 എണ്ണമൊക്കെ കഴിച്ചിട്ടാണ് പോയത് കേട്ടോ. എന്നാലും അത് ഒരു ഇഷ്ടപ്പെട്ടില്ല. എന്നോട് പറഞ്ഞു എന്തിനാണ് അതിൽ ചേർത്തത്, ആ വെറും അരി അരച്ചിട്ടാണെങ്കിൽ നല്ല രസമാണ്, അങ്ങനെയല്ല ഉണ്ടാക്കല്, അപ്പത്തിന് അതിലൊരു പിന്നെ പുതുമ കാട്ടില്ലേ എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ പഴയ ഒരു ഓർമ്മയ്ക്ക് അങ്ങനെ കാട്ടിയതാണ്, ഇനി അങ്ങനെ കാട്ടൂല എന്നും പറഞ്ഞിട്ടോ. എനിക്ക് ഭയങ്കര ഇടങ്ങേറായി. എന്താ വെച്ചാൽ പ്രത്യേകിച്ചൊന്നും പറയണ്ട, ഓലിക്ക് ഇങ്ങനെ തിന്നാതിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇടങ്ങേറല്ലേ. പണിക്ക് പോണവരാണ് കാര്യമായിട്ട് വയറ് നിറച്ച് തിന്നേണ്ടത്. അപ്പോൾ ഇന്ന് രാവിലെ അങ്ങനെ ഒരു മൂഡ് ഓഫ് ആയിട്ടോ. കുറച്ച് സമയം എനിക്ക് ഇടങ്ങാറായി. ഇതെന്തിനാ അപ്പോൾ ഇതിൽ ജീരകം ഇട്ടതെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എന്നാലും എനിക്ക് ഭയങ്കര ഇടങ്ങാറായി. അധികം ഒന്നും പറയൂല, എന്ത് കൊടുത്താലും തിന്നുന്ന ആളാണ്. പക്ഷേ എങ്കിൽ ഈ ഒരു ജീരകത്തിനോട് ഭയങ്കര ഈറുള്ളൊരു കാര്യമാണ്. ഇനിയിപ്പോൾ അപ്പത്തേക്ക് കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും പഞ്ചസാരയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ അതിന് വേണ്ടി അച്ചയ്ക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. അച്ചാറിനും ഇതൊക്കെ കറിയൊന്നും കൂട്ടാതെ പഞ്ചസാരയും കൂട്ടി തിന്നണതാണ് നല്ല രസം എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, എല്ലാ ടേസ്റ്റും ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ. അപ്പോൾ ഇനി എന്തായാലും ഞാൻ അങ്ങനെ അപ്പം ഉണ്ടാക്കൂല. ഇനി ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഓർക്കുള്ളത് ആദ്യം ഉണ്ടാക്കിയിട്ട് പിന്നുള്ള മാവിൽ ഞാൻ അങ്ങനെ ചേർക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ സത്യത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ ഉണ്ടാക്കി നോക്കുന്നത്. പണ്ട് അങ്ങനെ തിന്നിട്ടുണ്ടല്ലോ എന്നുള്ള ഓർമ്മയ്ക്ക് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അമ്മ കുറച്ച് നേരമൊക്കെ പാത്രം കഴുകി, പിന്നെ അമ്മയ്ക്ക് പല്ലേക്കാനും ചായ കുടിക്കാനൊക്കെ ആയിട്ടുണ്ട്. ഒരു 8:30 സമയമൊക്കെ ആകുമ്പോഴാണ് ഒരു പല്ലേക്കലും ചായ കുടിക്കലൊക്കെ ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്ന് കുടിക്കാനൊക്കെ വൈകൂലേ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു പല്ലേക്കാനും ഞാൻ പാത്രം കഴുകി വയ്ക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ചു. പിന്നെ അമ്മ ചക്കക്കുരു നന്നാക്കി തന്നിരുന്നു കേട്ടോ. അപ്പോൾ ആ ചക്കക്കുരുവൊക്കെ കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പച്ചമുളകാണ് കേട്ടോ അധികം ഞാൻ കീറിയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പച്ചമുളകും ചക്കക്കുരുവും കൂടി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീരക്കറി വെക്കാനാണ് കേട്ടോ, ചക്കക്കുരുവും ചീരയും കൂടിയും കറി വെക്കാൻ. അപ്പോൾ ഏട്ടൻ പണിക്ക് പോയ അതിലേറെ സ്പീഡിൽ തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് പോയിട്ട് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവിടെ ഹിന്ദിക്കാർ ഉരുട്ടുന്നുണ്ട്, ടൈൽസിൻ്റെ പണിയല്ലേ. അപ്പോൾ ആ ഉരുട്ടലുണ്ടാവും സൈഡൊക്കെ. അപ്പോൾ ആ ഉരുട്ടണ സമയത്ത് അധികം ലീവാക്കലാണ്. ആ പൊടി വൈകുന്നേരം വരെ തിന്നേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ലീവാക്കലാണ്. അപ്പം അങ്ങനെ അതുകൊണ്ട് ഞാൻ ലീവാക്കി പോകുന്നതാണെന്നൊക്കെ പറഞ്ഞത് അങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അപ്പത്തിന് പകരം ഞാൻ ചോറാണ് കേട്ടോ കൊടുത്തയച്ചിരുന്നത്. അപ്പം ഏതായാലും ഇഷ്ടമായില്ലല്ലോ. അപ്പോൾ ചോറുണ്ടായിരുന്നു, പിന്നെ മീൻ വറുത്തതും പിന്നെ തൈര് ഉണ്ടായിരുന്നു, അതൊക്കെയാണ് കൊടുത്തയച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ വരുന്ന വഴിക്ക് മാങ്ങ കണ്ടിട്ട് മാങ്ങ വാങ്ങി പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് മാങ്ങ അധികം അങ്ങനെ വാങ്ങലില്ല, അധികവും മരുന്നൊക്കെ ഇട്ട് പഴുപ്പിച്ചതാവും എന്നൊക്കെ പറഞ്ഞിട്ടേ. പക്ഷേ എങ്കിൽ ഈ ഒരു മാങ്ങ കണ്ടപ്പോൾ വൈക്കോലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പഴുപ്പിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങിയത് കേട്ടോ. അവിടെ അടുത്ത് ഇങ്ങനെ റോട്ടിൻ്റെ പക്കത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ 1.5 കിലോ മാങ്ങയ്ക്ക് 100 രൂപയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ലൊരു അടിപൊളി മാങ്ങയായിട്ടത്, നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ മാങ്ങയൊക്കെ ഞാൻ കൊട്ടയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏട്ടതാക്കണ ഫോണുമൊക്കെ തോണ്ടി അങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് എൻ്റെ ചായടിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ആകുകൊണ്ടാണ് പോയാലേ അങ്ങനെയുള്ള സ്പീഡിൽ ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും പിന്നെ ആ ചോറും തൈരും വെള്ളമൊക്കെ ഞാൻ പുറത്തേക്ക് തന്നെ എടുത്ത് വെച്ചു. അപ്പോൾ അങ്ങനെ ഓരോ പണികൾ എടുക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് തുടച്ചിടണം, പാത്രമൊക്കെ കഴുകി കഴിഞ്ഞതല്ലേ. ഇനിയിപ്പോൾ
ചീരക്കറിക്ക് ഒന്ന് അരയ്ക്കണം കേട്ടോ. പച്ചനാളികേരവും ചെറിയ ഉള്ളിയും അരച്ചിട്ടാണ് ഞങ്ങൾ ചേർക്കലുള്ളത്. ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചേർക്കൂല കേട്ടോ. പച്ചമുളക് കീറിയിട്ടിട്ട് പിന്നെ ചക്കക്കുരു വേവിച്ചെടുക്കും. അതിന് ശേഷം നമ്മൾ ചീര ചേർത്ത് കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യലുള്ളത്. അപ്പോൾ ഏട്ടൻ ഈ മാങ്ങ കൊണ്ടുവന്നപ്പോൾ തന്നെ എനിക്ക് മാങ്ങ വേണം ചെത്തി കൊണ്ടാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ വേഗം മാങ്ങ ചെത്താനാണ് നിന്നത്. അപ്പോൾ നമ്മൾ വേവുള്ള അരിയൊക്കെ അടുപ്പത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ ഫോൺ ചെയ്യലാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ ദിവസമായി ലീവ് എടുത്തിട്ടും കഴിഞ്ഞ ഞായറാഴ്ചയും കൂടി പണിക്ക് പോയിരുന്നു കേട്ടോ. പെരുന്നാളിന് ലീവ് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ലീവ് എടുത്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. അപ്പോൾ അമ്മേൻ്റെ ചായടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ മാങ്ങയൊക്കെ ഞാൻ ചെത്തി കൊടുത്തു. അപ്പോൾ രാവിലെ തന്നെ വെറും വയറ്റിൽ നിന്ന് മാങ്ങയാണ് കേട്ടോ തിന്നത്. ചായയൊന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ ചായ കുടിക്കാനും നേരം വഴുകണത് നന്ദു അനിമോളും നീക്കാൻ വഴുകൊണ്ടാണ് കേട്ടോ. കണ്ണൻ പിന്നെ നീച്ചിട്ടുണ്ട്. ഓനും തന്നെ വേഗം വേണമെന്ന് തോന്നിയാൽ ഓൻ ചായ കുടിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മക്കളൊക്കെ നീച്ച് വന്നു. പക്ഷെ അവർക്കൊന്നും ഇപ്പോൾ ചായ കുടിക്കാനായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. ചില ദിവസം അങ്ങനെയാണ്, മക്കൾക്ക് ഒരു 10 മണി കഴിഞ്ഞിട്ടൊക്കെ ചായ വേണ്ടി വരുള്ളൂ. ചില ദിവസമാണെങ്കിൽ കുറച്ച് നേരത്തെ കുടിക്കുകയും ചെയ്യും. ഒപ്പം ഇരുന്ന് കുടിക്കുകയാണെങ്കിൽ അതൊരു പണിയൊരുക്കാണ് കേട്ടോ. ഇതിപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ കുടിക്കുമ്പോൾ ഒരു പണിയൊരുങ്ങാത്ത പോലെയാണ്. പിന്നെ നമ്മളെ നന്ദോട്ടനെ കുളിക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ എന്നും രാവിലെ കുളിക്കണം കേട്ടോ. ആൾക്ക് നീച്ചിട്ടുണ്ടെങ്കിൽ പല്ലേക്കലും കുളിയേണ്ട കഴിയണം. ചിലപ്പോൾ ചായ കുടിച്ചിട്ടാവും കുളിക്കുക, ചിലപ്പോൾ ചായ കുടിക്കുന്നതിന് മുന്നേ കുളിക്കുക. അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത്. ഇന്നിപ്പോൾ കുളിച്ചിട്ടാണ് ചായ കുടിക്കുന്നത് പറഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ മുടിയൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ ചീന്തി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് ഭയങ്കര വികൃതിയാണ് കേട്ടോ. 3 ആളും കൂടി നല്ലോണം തല്ല് കൂടലുണ്ട്. ഒന്നാമത് എന്താ അറിയോ, അധികം ഇങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് കളിക്കാനൊന്നും പറ്റൂലല്ലോ. ഒരു ഇത്തിരി സമയമുള്ളൂ മുറ്റത്തേക്ക് കളിക്കാൻ പറ്റുള്ളൂ. പിന്നെ നല്ല വെയിലല്ലേ. അപ്പോൾ ഞാൻ അകത്തിട്ടിട്ട് 2 വാതിലും കൊണ്ട് പൂട്ടും. പിന്നെ റൂമിലേക്ക് അടച്ചിട്ടിട്ട് ആ റൂമിൻ്റെ വാതിലും കൊണ്ട് പൂട്ടിട്ടോ. അങ്ങനെയാണ് ചെയ്യലുള്ളത്. അപ്പോൾ അതുകൊണ്ട് 3ഉം കൂടി അവിടെ കിടന്നിട്ട് അങ്ങനെ തല്ലോടും, കുറേ കളിക്കും. അങ്ങനെയൊക്കെയാണ് ഓലെ നേരം പോക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അച്ഛൻ അവിടെ മൊബൈലിൽ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ അനിമോൾ ഇതാ കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ചായ കുടിച്ചിട്ടുമില്ല. പല്ല് വെച്ചിട്ട് അവിടെ അങ്ങനെ ഇരിക്കുക. നോക്ക് പിന്നെ അങ്ങനെയാണ്. കുളിക്കാനൊക്കെ പറഞ്ഞാൽ കുറച്ച് കഴിയണം കുളിക്കണമെങ്കിൽ. മടിച്ചാണ് രാവിലെ എന്ത് കാര്യം പറഞ്ഞാൽ കേട്ടോ. ചിലപ്പോൾ ഓരോ തോന്നലാണ് എടുത്തു തരാൻ. ചിലപ്പോൾ വേഗം നല്ല കുട്ടിയായിട്ട് എടുത്തു തരും. മിക്കവാറും ഒരു മടിയായിട്ട് അങ്ങനെ ഇരിക്കും. പ്രത്യേകിച്ചും കുളിക്കാൻ ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് നോക്ക്. അപ്പോൾ ഇതാ ചക്കക്കുരു ഒക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പച്ചമുളകും ചക്കക്കുരു ഒക്കെ ഒന്ന് ഞാൻ ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, സ്പൂൺ വെച്ചിട്ട്. അപ്പോൾ ഇത് അത്യാവശ്യം വേവുള്ളൊരു ചക്കക്കുരുവാണ് തോന്നുന്നത്. ഒരു 3-4 വിസിലടിച്ചിട്ടും അതിങ്ങനെ വേവാത്ത പോലെ കിടക്കുക. പിന്നെ നല്ല പൊടിയുള്ള കുരുവാണ് കേട്ടോ. പിന്നെ ഇതാ ചീരയൊക്കെ അമ്മ നന്നാക്കി തന്നിരുന്നു. അതും കൂടി ഇതിലേക്കാണ് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും ഈ ഒരു അരപ്പരച്ചെടുക്കണമല്ലോ. അപ്പോൾ നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി, ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കും. അപ്പോൾ ഈ ഒരു കറിയിലും എനിക്ക് ചെറിയ ജീരകം ചേർക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എങ്കിൽ ഇന്ന് ഞാൻ ഇട്ട് കൊടുത്തില്ല. രാവിലെ തന്നെ ഒരു പണി കിട്ടിയതാണ്. അപ്പോൾ ഇനി വീണ്ടും വേണ്ടാന്ന് കരുതിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഏട്ടന് എന്താണെന്നറിയില്ല, ചെറിയ ജീരകം ഇട്ടാൽ എപ്പോഴും പറയും പായസത്തിൻ്റെ ടേസ്റ്റാണ് കറിയൊക്കെ എന്നൊക്കെ പറയും കേട്ടോ. നമ്മൾ അരിയും ചെറുപയറൊക്കെ പായസം വെക്കുമ്പോൾ നല്ല ജീരകവും ചുക്കും അങ്ങനെയൊക്കെ പൊടിച്ചിടുമല്ലോ. അപ്പോൾ ആ ഒരു ടേസ്റ്റാണ് വരലുള്ളത് എന്ന് പറയും. അതുകൊണ്ടാണ്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. എന്നാലും പൊപ്പിച്ച് തിന്നുമൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞാൽ നീച്ച് പോണ സ്വഭാവമൊന്നുമില്ല. അപ്പോൾ അരവ് ഞാൻ ഈ ഒരു കറിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 നേരത്തിനും കൂടിയുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ചക്കക്കുരുവും ചീരയും ഇങ്ങനെയാണ് ഞങ്ങൾ കറി വെക്കലുള്ളത്. എന്താ പറയുക, ചില നാട്ടിലൊന്നും ഇങ്ങനെ ഉൾക്കൊള്ളാൻ പോലും കഴിയുണ്ടാവില്ല അല്ലേ. ചിലർ ഇങ്ങനെയാവില്ല വെക്കുക, ചിലർക്ക് ഉപ്പേരി മാത്രം വെക്കണതാവും ഇഷ്ടം. അപ്പം നന്ദു തന്നെ ചായയുടെയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞു. പിന്നെ ഒരു മാങ്ങ ഉണ്ടപ്പോൾ മാങ്ങയിൽ ഉപ്പും മുളകൊക്കെ തിരുമ്പി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ പച്ചമാങ്ങ എപ്പോഴും അങ്ങനെയല്ല തിന്നല്. അപ്പോൾ ആ ഒരു ഇതിലാണ് ഓനിതും പറഞ്ഞത് കേട്ടോ. പക്ഷേ ഇതിൽ നമ്മൾ കുരുമുളകും ഉപ്പും മാത്രം തിരുമ്പിയിട്ടാണ് തിന്നലുള്ളത്. പിന്നെ ഉണക്കമുളകിൻ്റെ ആ ഒരു പൊടി ഇടലില്ല കേട്ടോ. പക്ഷേ എങ്കിലും അതിൽ വെളിച്ചെണ്ണയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർക്കാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ ഓന് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഴുത്ത മാങ്ങ എന്ന് പറഞ്ഞാലും അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അത് എത്ര വാങ്ങി കൊടുത്താലും അതങ്ങനെ ഇരുന്ന് തിന്നുള്ളൂ കേട്ടോ. പക്ഷേ വിശ്വസിച്ചാണ്ട് നമുക്ക് ആ ഒരു മാങ്ങ വാങ്ങി കൊടുക്കാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് മാങ്ങയൊന്നും അങ്ങനെ വാങ്ങലില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പൂതിയാകുമ്പോൾ വാങ്ങിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ദാ അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ചക്കക്കൂട്ട ഉണ്ടാക്കിയിരുന്നല്ലോ. അപ്പോൾ അന്ന് ഞാൻ കുറച്ച് ചക്ക ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. പച്ചച്ചക്ക എടുത്ത് വെച്ചിരുന്നു അരിഞ്ഞത്. അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടും ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഒരു കുഞ്ഞ് ചക്കയും കൂടി ഇട്ടു. അപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞ് ചക്കയാണ്, ചെറിയ ചക്ക. ഇവിടെ താമരച്ചക്ക എന്ന് പറയും കേട്ടോ. അങ്ങനെ അമ്മ 2 ചക്കയും കൂടി ഇട്ടന്ന്. അപ്പോൾ അതിൻ്റെ കുരിയൊക്കെ കളഞ്ഞാണ്ട് ഈ ഒരു പാത്രത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അരിഞ്ഞ് അടുപ്പത്ത് വെച്ചു. പിന്നെ അതാ വീട്ടിൽ നിന്ന് അച്ഛ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ 2 ദിവസം കഴിഞ്ഞ് അച്ഛ വരുന്നുള്ളത്. അപ്പോൾ അമ്മ വൈകുന്നേരം വരും. അമ്മേൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ അച്ഛൻ വന്നപ്പോൾ ദാ ബീഫും ചിക്കനും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ ആയിട്ട് അച്ഛനതിനോടൊക്കെ ഒരു മടുപ്പായിരുന്നു കേട്ടോ. ഇപ്പോൾ തിന്നാനൊക്കെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങി പോകുന്നതാണ്.
ഇപ്പോൾ പണ്ടേ അച്ഛൻ ഇങ്ങോട്ട് വരുമ്പോൾ മീനും ഇറച്ചിയില്ലാതെ വരൂല കേട്ടോ. അപ്പോൾ ഇന്നാളെ 1-2 പ്രാവശ്യം വന്നപ്പോഴാണ് ഇതൊന്നും ഇല്ലാതെ വന്നത്. എന്താ പറയുക, അമ്മക്ക് ഇഷ്ടമല്ലെങ്കിൽ തന്നെ അത് വാങ്ങാനും തോന്നൂലല്ലോ. അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ എന്നോട് മീൻ ഇറച്ചി വേണ്ട വെച്ചപ്പോൾ ഞാൻ മീൻ മതി എന്നൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ എങ്കിൽ ഇറച്ചി 2 സൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നാമത് നമ്മളിവിടുത്തെ അമ്മ കോഴി മാത്രമേ തിന്നുള്ളൂ, അതുകൊണ്ട് അമ്മയ്ക്കുള്ള ചിക്കനും കൂടി വാങ്ങിയതാണ്. അപ്പോൾ പിന്നെ ബീഫൊക്കെ അച്ഛൻ മുറിച്ച് തന്നു. ഇപ്പോൾ തിരക്ക് കാരണം മുറിച്ച് തരൂല കേട്ടോ. അച്ഛൻ മുറിച്ച് തന്നു, അതൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു. പിന്നെ നമ്മൾ ചിക്കനാണ് കേട്ടോ ഒന്ന് വെക്കുന്നത്. അപ്പോൾ ചിക്കൻ ഞാൻ എല്ലാ പൊടികളും തിരുമ്പിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും, അതേപോലെ ഒരിത്തിരി കുരുമുളക് പൊടിയും ഇത്തിരി ചിക്കൻ മസാലയും ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് തിരുമ്പി വെച്ചതായിരുന്നു. ഒരു 15 മിനിറ്റ് ഞാൻ ഫ്രീസറിലാണ് വെച്ചിട്ടോ, എന്നാൽ പെട്ടെന്ന് തണുപ്പ് കയറുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് കുക്കറിൽ വെള്ളം ഒഴിക്കാതെ ഒരൊറ്റ വിസിലടിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചക്കക്കൂട്ടാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അരവൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കടുകും കറിവേപ്പിലയും ഒന്ന് വറുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കുറച്ച് നാളികേരം കൂടിയും വറുത്തിട്ടാൽ ചക്കയിൽ ശരിയാവും കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ എങ്കിൽ അത് ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ അതാ നമ്മളെ ചിക്കനൊക്കെ ഒരു വിസിലടിച്ചിട്ട് അവിടെ ഓഫാക്കിയിട്ടുണ്ട്. ഒറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ. പിന്നെ ഒട്ടും വെള്ളവും ചേർക്കരുത്. പിന്നെ അതിലേക്കുള്ള പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ നാളികേരക്കൊത്തും 2 വലിയ സവോളയും കറിവേപ്പിലൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുക്കറിൽ വെക്കാണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഇവരിത് കൊണ്ടുവന്നപ്പോൾ തന്നെ അച്ഛയും കണ്ണം പോയിരുന്നു കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ രണ്ടാളും കൂടി വന്നപ്പോൾ തന്നെ 12:30 ആയിട്ടുണ്ട്. പിന്നെ 1 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ചോറ് വിളമ്പണമെന്നല്ലേ. അപ്പോൾ പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുക്കറിൽ വെച്ചത്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തു. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഞാനവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ, അതും കൂടിയും ചേർക്കുന്നുണ്ട്. ചിക്കനിൽ അത് ചേർത്താൽ ഇവിടെ ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിങ്ങനെ കടിക്കുന്നതും അതിൻ്റെ ആ ഒരു മണമൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് ആ ചിക്കനായിക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരിത്തിരിയും കൂടി പിന്നെ കുരുമുളക് പൊടിയും ചിക്കൻ മസാലയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ക്യാപ്സിക്കം ഈ ഒരു സമയത്താണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഈ ഒരു സമയത്ത് ഉപ്പില്ലെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നതിൽ എന്തായാലും തക്കാളി ചേർത്തിട്ടില്ല. അപ്പോൾ എപ്പോഴും ഇല്ല നമ്മൾ തക്കാളിയൊക്കെ ചേർത്ത് വെക്കണം, ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി ആ ഒരു രീതിക്ക് വെക്കലുണ്ടല്ലോ. ഇന്നിപ്പോൾ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എപ്പോഴും ഒരേപോലെ നല്ല വെക്കുക, പല രീതിയിലും അങ്ങനെ വെക്കുന്ന സമയത്തിനനുസരിച്ചൊക്കെ അങ്ങനെ കാട്ടിക്കൂട്ടും കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി ഒരു ഇത്തിരി തോനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാല കുറച്ചും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നല്ലോണം അങ്ങോട്ട് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം കൂടി അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുത്തു. അപ്പോൾ ഇന്ന് ചോറിന് കറി എന്ന് പറഞ്ഞാൽ പപ്പടം കാച്ചിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ചീരയും ചക്കക്കുരുവും കറിയുണ്ട്. പിന്നെ അതാ ചിക്കനും ഉണ്ട് കേട്ടോ, ചിക്കൻ വരട്ടിയതുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് ചിക്കൻ കറി വെക്കാത്തവരുണ്ടെങ്കിൽ, ചിക്കൻ കറിയല്ല വരട്ടിയത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ട് അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ലോണം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്